അറിയേണ്ടതുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ നമുക്കിവിടെ കാണുന്നതിൽ ക്ലയന്റ് മിസ്റ്റർ അജിത്ത് എന്ന് കാണുന്നുണ്ട്. ഈ അവിടെ ഒട്ടിച്ചിരിക്കുന്ന ഈ ആർക്കിടെക്റ്റിൻ്റെതായ ആ രൂപരേഖയുണ്ടല്ലോ, അതിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ടോ? അജിത്ത് എന്ന് അതിലാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതെ 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 അത് തന്നെയാണ് രതീഷ്. ക്ലയന്റ് മിസ്റ്റർ അജിത്ത് എന്ന് തന്നെയാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ ഒരു വശത്ത് ക്ലയന്റ് മിസ്റ്റർ എം ആർ അജിത് കുമാർ എന്ന് എഴുതിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാവുന്നതാണ്. അതായത് അതൊന്നുകൂടി കാണിച്ചാൽ നന്നാവും. കാരണം ഇദ്ദേഹത്തിന്റെ വീട് തന്നെയാണ് എന്നത് കൂടുതൽ ഉറപ്പിക്കണമല്ലോ. ഇദ്ദേഹത്തിന്റെ ഭൂമിയാണ് എന്നത് കൂടുതൽ ഉറപ്പിക്കണമല്ലോ. അത്യന്തം പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ ഇന്നലെ ഉന്നയിച്ചത് കേരളമാകെ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിന് അനധികൃതമായ സ്വത്ത് സമ്പാദനമുണ്ട് എന്ന് ഭരണകക്ഷിയിലെ ഒരു MLA തന്നെ ഇന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ പറഞ്ഞതിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പൊതുസമൂഹത്തിന് ആകെ അറിയേണ്ടതുമുണ്ട്. ആ ഡോക്യുമെന്റിലേക്ക് ഒരിക്കൽ കൂടി പോകാൻ കഴിയുമെങ്കിൽ എം ആർ അജിത് കുമാർ എന്ന പേര് തന്നെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരത്തെ കണ്ട ഒരു ഡോക്യുമെന്റിൽ ക്ലയന്റ് അജിത്ത് എന്ന് കാണുന്നുമുണ്ട്. ഈ സ്ഥലം ഏറെക്കുറെ എത്ര അളവ് വരും അത് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഈ വീട് എത്ര വലിപ്പമുള്ളതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? പ്രശാന്ത്, അക്കാര്യങ്ങൾ കൂടി ഒന്നുകൂടി. ഈ വീട് പണിയുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ വീടിന്റെ പ്ലാൻ, അതായത് വലിയ ഒരു ആഡംബര വീടാണ് ഇവിടെ പണിയുന്നത് എന്ന് തെളിയിക്കുന്ന അതിന്റെ പ്ലാൻ പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ വീണ്ടും കാണാം. ക്ലയന്റ് അജിത്ത് എന്ന് രേഖപ്പെടുത്തിയതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ നേരത്തെ കണ്ടത്. വീടിന്റെ രൂപരേഖയാണ്. നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിലമ്പൂർ MLA PV അൻവർ ഉന്നയിച്ച ആരോപണം അത് ശരിയാണ്. കാണുന്നു രതീഷ്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ അത് കാണുന്നുണ്ട്. ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഈ ക്ലയന്റ്, അതായത് ഇത് ഈ വീട് സിറിയ ആർക്കിടെക്റ്റ് ആർക്ക് വേണ്ടിയാണ് നിർമ്മിക്കുന്നത് എന്നത് ആ പ്ലാനിൽ കൃത്യമായി, ഇല്ലസ്ട്രേഷനിൽ കൃത്യമായി പറയുന്നുണ്ട്. ക്ലയന്റ് മിസ്റ്റർ എം ആർ അജിത് കുമാർ IPS എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് എം ആർ അജിത് കുമാറിന്റെ വീട് നിർമ്മാണം തന്നെയാണ്. ഇനി ഇതിൽ വേറെ സംശയങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ ഒരു ആർക്കിടെക്ട് വീട് നിർമ്മിച്ചു കൊടുക്കുകയാണ്, ആ ആർക്കിടെക്റ്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ വീട് നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് ഇതിന്റെ പ്ലാൻ വിശദമായി, ഈ വീട്, ഈ മണിമാളിക എത്രത്തോളം വലുതാണ് എന്ന് വ്യക്തമാക്കുന്ന പ്ലാൻ, ഇതിന്റെ ഇല്ലസ്ട്രേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ വീട് എം ആർ അജിത് കുമാർ IPSന്റെ വീട് വേണ്ടി നിർമ്മിക്കുന്ന വീടാണ്. അതിന്റെ ക്ലയന്റ് എം ആർ അജിത് കുമാർ ആണ് എന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ സ്ഥാപിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ചോദ്യം, ഇത് നമ്മൾ ഈ കാണുന്നത് ഒരു വീടിന്റെ ഒരു ഘടനയിലേക്ക് എത്തിയിട്ടില്ല. അസ്ഥിവാരത്തിൽ നിന്നുള്ള പണിയാണ് നടക്കുന്നത്. ഞാൻ നേരത്തെയും ഒരിക്കൽ ചോദിച്ചിരുന്നു, ഈ വീടിന്റെ വലിപ്പം അതിനകത്ത് പറയുന്നുണ്ടോ? അത് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? സാധാരണ ഈ പ്ലാനൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ ഉണ്ടാകുമല്ലോ എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, ഓരോ ഫ്ലോറും എത്ര സ്ക്വയർ ഫീറ്റ് വീതമാണ്. അത് ഒന്നും കൂടി ഒന്ന് നോക്കാൻ കഴിയുമോ? ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്നത് ഈ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഇവിടുത്തെ ഒരു ഔട്ട് ഹൗസിൽ അത് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ വീടിന്റെ ഘടന എങ്ങനെയാണ്, എവിടെയെല്ലാമാണ് റൂമുകൾ, അതിന്റെ സ്വീകരണ മുറി, അങ്ങനെ എത്ര നിലയുള്ള കെട്ടിടമാണ് നാം മനസ്സിലാക്കുന്നത്. ഇതൊരു 3 നില വരുന്ന കെട്ടിടമാണ്. അടിയിൽ പാർക്കിംഗ് ഏരിയ വരുന്നത് ഈ ഭൂമിക്കടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നിർമ്മാണം അടിയിൽ എത്രമാത്രം, ഇതിന്റെ അസ്ഥിവാരം എത്രത്തോളം ബലത്തിലാണ് ഇവർ ചെയ്യുന്നത്, കോടികൾ മുടക്കിയാണ് ചെയ്യുന്നത് എന്നത് അതിൽ വ്യക്തമാണ്. പാർക്കിംഗ് അടിഭാഗത്ത് അതിന്റെ മുകളിലേക്കാണ് ഈ മണിമാളിക കെട്ടിപ്പൊക്കാൻ പോകുന്നത്. അപ്പോൾ നിസാര പണം കൊണ്ട് ചെലവായി നിർമ്മിക്കാൻ കഴിയുന്ന ഒരു കെട്ടിടമല്ല. കോടികൾ തന്നെ ഇറക്കിയാൽ മാത്രമേ, അതും കോടികൾ മാത്രം വാങ്ങാൻ കഴിയുന്ന തിരുവനന്തപുരം നഗരത്തിലെ കണ്ണായ സ്ഥലത്താണ് ഈ നിർമ്മാണം നടക്കുന്നത്. അത്യന്തം ഗൗരവകരമായ കാര്യം, ADGP എം ആർ അജിത് കുമാറിന് സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്ന് ഇടത് MLA ആയ PV അൻവർ തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച ഗുരുതരമായ ഒരു ആരോപണമാണ് ADGP. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയൊരു മണിമാളിക പണിയുമ്പോൾ അതിന്റെ സാമ്പത്തിക സ്രോതസ് എന്ത് എന്നടക്കമുള്ള കാര്യങ്ങൾ ADGPക്ക് സർക്കാരിനെ ബോധിപ്പിക്കേണ്ടി വരും. അത്യന്തം ഗൗരവതരമായ വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. PV അൻവറിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അതിലെ ആരോപണം ശരിയാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് ആ ഭൂമിയും അവിടുത്തെ ആ കെട്ടിടത്തിന്റെ രൂപരേഖയും എല്ലാം